നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വെല്ലുവിളികൾ ഉയർത്തി ഒളിവിലായിരുന്ന വിവാദ നായകൻ അർജുൻ ആയങ്കിയെ പോലീസ് അതിസാഹസികമായി വലയിലാക്കിയിരിക്കുന്നു. കണ്ണൂർ നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സമാനതകളില്ലാത്ത പോലീസ് ആക്ഷനിലൂടെ കണ്ണൂരിൽ നിന്നുള്ള സംഘം അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ളാറ്റിന് ചുറ്റും റൂറൽ SP സ്ക്വാഡും ടൗൺ പോലീസും വലക്കണ്ണികൾ മുറുക്കിയതറിയാതെ ഒളിവിലായിരുന്ന ആയങ്കി അവസാന നിമിഷം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. സൈബറിടത്തിൽ പോലീസിനെതിരെയുള്ള ആയങ്കിയുടെ പോസ്റ്റിടലും പോർവിളിയും ഞായറാഴ്ചയിലേക്ക് നീണ്ടുപോകാതെ ശനിയാഴ്ച രാത്രി തന്നെ തടയണമെന്ന DIG K കാർത്തിക്കിന്റെ ഉറച്ച നിലപാടാണ് കൃത്യതയാർന്ന ഓപ്പറേഷന് വഴി തുറന്നത്. ആയങ്കി പുതിയ പോസ്റ്റുകളുമായി പോലീസിനെയും ക്രമസമാധാന പാലനത്തെയും വീണ്ടും പരിഹസിക്കുന്നത് നാണക്കേടാണെന്ന് വിലയിരുത്തിയ DIG ഞായറാഴ്ച വെളുക്കു മുമ്പ് പ്രതി കൈക്കുള്ളിലാകണമെന്ന് സ്ക്വാഡിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയൻ എല്ലാം ഏകോപിപ്പിച്ചു. കേസിലെ നിർണായക വഴിത്തിരിവ് ലഭിച്ചതിന് പിന്നാലെ അർദ്ധരാത്രിയോടെയാണ് DIGയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് സംഘം ഈ ലേഡി അഡ്വക്കേറ്റിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത്. ഇവർ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും കേരള പോലീസ് മുഴുവൻ തിരയുന്ന ഈ ഒരു കൊടും ക്രിമിനലിനെ സംരക്ഷിക്കണമെങ്കിൽ അവരുമായുള്ള ബന്ധം എന്നുള്ളതിനെക്കുറിച്ചും ഇനി അന്വേഷണം വരും. തികച്ചും ഒരു പഴുതടച്ച നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഫ്ളാറ്റിന്റെ എല്ലാ എൻട്രി എക്സിറ്റ് പോയിന്റുകളും രഹസ്യമായി ഉപരോധിച്ച ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അതുവരെ എല്ലാ ഓപ്പറേഷനും അതീവ രഹസ്യമായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും നിർദ്ദേശം പോയിരുന്നു, അല്ലാതെ ആരും അറിഞ്ഞില്ല. പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഫ്ളാറ്റിന്റെ പിന്നിലെ വഴിയിലൂടെയോ മറ്റു താവളങ്ങളിലേക്കോ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ അർജുൻ ആയങ്കി ആവത് ശ്രമിച്ചു. എന്നാൽ ഫ്ളാറ്റിന് ചുറ്റും നിലയുറപ്പിച്ചിരുന്ന കണ്ണൂർ സ്ക്വാഡിലെ പോലീസുകാർ ഇയാളെ നിമിഷങ്ങൾക്കകം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പോലീസിന്റെ പെട്ടെന്നുള്ള മിന്നൽ പ്രതികരണത്തിൽ ആയങ്കിയുടെ എല്ലാ പ്രതിരോധ തന്ത്രങ്ങളും നിഷ്പ്രഭമായി. പോലീസിൽ നിന്നും ആയങ്കിക്ക് രഹസ്യം ചോർന്നു കിട്ടാതിരിക്കാൻ പ്രത്യേക കരുതലും എടുത്തിരുന്നു. ഒരു പ്രമുഖ വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റ് തന്നെ ഒളിത്താവളമായി തിരഞ്ഞെടുത്തതിലൂടെ പോലീസിന്റെ പരിശോധനയും സംശയങ്ങളും ഒഴിവാക്കാം എന്നായിരുന്നു ആയങ്കിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വിവരങ്ങൾ ശേഖരിച്ച റൂറൽ SP സ്ക്വാഡും ടൗൺ പോലീസും ഫ്ളാറ്റിലേക്ക് ഇരച്ചു കയറാൻ യാതൊരു മടിയും കാണിച്ചില്ല. അഭിഭാഷക ഇയാളുമായുള്ള ബന്ധവും ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയ പശ്ചാത്തലവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. തുടർച്ചയായ വിജയകരമായ ഓപ്പറേഷനുകളിലൂടെ വീണ്ടും തങ്ങളുടെ മികവ് തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂർ പോലീസ് സ്ക്വാഡ്. ഹൈടെക് ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടവർ ലൊക്കേഷനുകളും VPN IP-കളും മാറ്റി പോലീസിനെ കണ്ണുരുട്ടിയിരുന്ന ഒരു കുറ്റവാളിയെ കൃത്യമായ ഗ്രൗണ്ട് ഇന്റലിജൻസിലൂടെ വീഴ്ത്താൻ സ്ക്വാഡിന് സാധിച്ചു എന്നതും സേനയ്ക്ക് വലിയ നേട്ടമായി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെയും ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് പോസ്റ്റുകൾ ഇടുന്നത് ആയങ്കിയുടെ പതിവായിരുന്നു. ഞായറാഴ്ചയും സമാനമായ രീതിയിൽ പോലീസിനെ പരിഹസിക്കുന്ന കുറിപ്പുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിലേക്കാണ് അർദ്ധരാത്രിയിലെ പോലീസിന്റെ മാസ്റ്റർ സ്ട്രൈക്ക് എത്തിയത്. അർദ്ധരാത്രിയിലെ മിന്നൽ നടപടിയോടെ ആയങ്കിയുടെ പോസ്റ്റുകൾക്ക് ശാശ്വത പൂട്ടിടാൻ DIG K കാർത്തിക്കിന്റെ ജാഗ്രതയ്ക്കായി. അറസ്റ്റിന് തൊട്ട് മുമ്പ് വരെ താൻ സുരക്ഷിത താവളത്തിലാണെന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു പ്രതി. എന്നാൽ പോലീസിന്റെ കൃത്യമായ ആസൂത്രണം ആയങ്കിയുടെ സർവ്വ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. DIG K കാർത്തിക്കിന്റെ നേരിട്ടുള്ള മേൽനോട്ടവും കണ്ണൂർ സ്ക്വാഡിന്റെ സംയോജിതമായ ഇടപെടലുമാണ് മാസങ്ങളായി തുടർന്ന വടംവലിക്ക് അന്ത്യം കുറിച്ചത്. വനിതാ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ആയങ്കിയെ ചോദ്യം ചെയ്യലിനായി സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാൾക്ക് നിയമസഹായം എന്ന വ്യാജേന ഒളിത്താവളം ഒരുക്കാൻ അഭിഭാഷക സഹായിച്ചിട്ടുണ്ടോ, കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ പോലീസ് കൂടുതൽ വ്യക്തത വരുത്തും. കണ്ണൂരിൽ അർദ്ധരാത്രി ഓപ്പറേഷനിലൂടെ പിടിയിലായ അർജുൻ ആയങ്കിക്കെതിരെ ആലുവ റൂറലിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ ആലുവ പോലീസിന് കൈമാറാനുള്ള നടപടികൾ വേഗത്തിലാക്കി. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കേസിലെ പ്രധാന വഴിത്തിരിവായത് ആയങ്കിയുടെ അടുത്ത കൂട്ടാളി ജിതിന്റെ കസ്റ്റഡിയാണ്.
ജിതിൻ പിടിയിലായതോടെ തന്നെ അർജുൻ ആയങ്കി പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായി കഴിഞ്ഞിരുന്നു. മുടക്കോഴി മല പോലുള്ള സങ്കീർണവും ഉൾക്കാടുള്ളതുമായ മേഖലകളിലേക്ക് പ്രതി കടക്കാതിരിക്കാൻ DIG കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള തടസ്സങ്ങളും ഒരുക്കിയിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ തന്ത്രങ്ങൾക്ക് മുന്നിൽ രക്ഷയില്ലാതെ വന്നതോടെയാണ് ആയങ്കിക്ക് കണ്ണൂർ നഗരമധ്യത്തിലെ അപ്പാർട്ട്മെന്റിലേക്ക് താവളം മാറ്റേണ്ടി വന്നത്. ജിതിനിൽ നിന്ന് ചോർത്തിയെടുത്ത നിർണായക വിവരങ്ങൾ അതേസമയം തന്നെ കണ്ണൂർ റേഞ്ച് DIG കെ കാർത്തിക്, ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയന് തത്സമയം കൈമാറിക്കൊണ്ടിരുന്നു. പോലീസ് ആസ്ഥാനവും ആഭ്യന്തര വകുപ്പും ഒരുപോലെ ഉണർന്നിരുന്ന അർദ്ധരാത്രിയായിരുന്നു അത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതീവ ആകാംക്ഷയോടെ ഈ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും കൺട്രോൾ റൂം തലത്തിലുള്ള റിപ്പോർട്ടുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്തു. പോലീസ് സംഘം അപ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചു കയറുന്നതും ആയങ്കിയെ കീഴടക്കുന്നതുമായ രംഗങ്ങൾ തത്സമയം ആഭ്യന്തരമന്ത്രി നിരീക്ഷിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതിന് സ്ഥിരീകരണമില്ല. ചെന്നിത്തല എല്ലാം ലൈവിൽ കണ്ടുവെന്നാണ് സൂചന. സൈനിക ദൗത്യങ്ങൾക്ക് സമാനമായ അച്ചടക്കത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയും ഓരോ നിമിഷവും പോലീസ് സംഘം നീങ്ങിയത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ പ്രതിരോധം തീർക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആയങ്കി ക്രമസമാധാന പാലകരുടെ കൈക്കുള്ളിലായി. ഈ സാഹസികവും വിജയകരവുമായ അറസ്റ്റ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ പ്രതിച്ഛായയ്ക്ക് വലിയ കരുത്താണ് പകർന്നിരിക്കുന്നത്. സർക്കാരിനെയും പോലീസിനെയും വലിപ്പ ചെറുപ്പമില്ലാതെ വെല്ലുവിളിക്കുന്ന കുറ്റവാളികളെ വെച്ചുപുറപ്പിക്കില്ലെന്ന ശക്തമായ രാഷ്ട്രീയ ഭരണ സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. ആഭ്യന്തരമന്ത്രിയുടെ കടുത്ത നിലപാടുകളും ADGP P വിജയൻ തന്ത്രപരമായ ഏകോപനവും ചേർന്നാണ് ആയങ്കിയുടെ സോഷ്യൽ മീഡിയ വീരവാദങ്ങൾക്ക് പൂട്ടിട്ടത്. രാഷ്ട്രീയ തണലോ പാർട്ടി ഗ്രാമങ്ങളുടെ സംരക്ഷണമോ ഇത്തവണ ലഭിക്കാതിരുന്നതും ആയങ്കിയെ പെട്ടെന്ന് ഒറ്റപ്പെടുത്തി. CPM ഗ്രാമങ്ങളിലേക്ക് കടക്കാനാകാതെ നഗരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ ഒളിക്കേണ്ടി വന്ന പ്രതിക്ക് ഒടുവിൽ നിയമത്തിന് മുന്നിൽ തല കുനിക്കേണ്ടി വന്നു. കണ്ണൂരിലും ഭീഷണിപ്പെടുത്തിയതിന് കേസുകളുണ്ടെങ്കിലും ആലുവ റൂറലിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ പരസ്യമായി അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിനാണ് മുൻഗണന നൽകുന്നത്. പിടിയിലായ ആയങ്കിയെ വിശദമായ ചോദ്യം ചെയ്യലിനായി ഉടൻ തന്നെ ആലുവ റൂറൽ പോലീസിന് കൈമാറുമെന്നും DIG കെ കാർത്തിക് അറിയിച്ചു. മുംബൈ, ഡൽഹി സൈബർ വിദഗ്ധരുടെ സേവനവും കാർത്തിക്കിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഗ്രൗണ്ട് ആക്ഷനും ഒന്നിച്ചപ്പോൾ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സർജിക്കൽ ഓപ്പറേഷനാണ് കണ്ണൂരിൽ പൂർത്തിയായത്. കുറ്റവാളികൾ എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒളിച്ചാലും നിയമത്തിന്റെ നീണ്ട കൈകൾ അവരെ തേടിയെത്തുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ ഓപ്പറേഷൻ നൽകുന്നത്.